ശ്രീ മുഹമ്മദ് വേളം, ഇവിടെ എന്നോട് ക്ഷമിക്കണം, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കേവലം 1% പോലും നിങ്ങൾക്ക് അംഗത്വമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ തീർത്തണം. കേരളത്തിൽ മൊത്തം 10,000 പരമാവധി 3,300 അംഗങ്ങളെന്താണ് നിങ്ങൾക്കുള്ളത്. ജമാഅത്ത് ഏതെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. ഏതെങ്കിലും കാലത്ത് ഒരു MLA ഉണ്ടാകുമെന്ന് നിങ്ങൾ വിദൂര ഭാവിയിൽ പോലും കരുതുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ സംഘടനയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവി വാഗ്ദാനം ചെയ്യുന്ന ബാലനെ ഇല്ലാത്ത ശക്തി നിരന്തരം ആട്രിബ്യൂട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPM-ന് നിങ്ങൾ നന്ദി പറയുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ശ്രീ മുഹമ്മദ് വേളം? ഹാഷ്മി, പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയോട് യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംവദിക്കുന്ന ഒന്നിന്റെ പേരാണ്. മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുക എന്നതാണ്, അപഹസിക്കുക എന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPIM പൊതുവിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി സവിശേഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മാറാട് കലാപത്തിൽ പോലീസ് കേസുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ പോലും അക്യൂസ്ഡ് അല്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. അതിൽ ആരോപിതനായിട്ട് പോലും ആ പ്രദേശങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഘടകങ്ങളുണ്ട്. കോഴിക്കോട് നഗരത്തിന് അടുത്തുള്ള ഒരു പ്രദേശമാണത്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അവിടെ ഒരു പ്രവർത്തകൻ പോലും, ആളില്ലാത്തത് കൊണ്ടല്ല, ഒരു പ്രവർത്തകൻ പോലും അതിൽ അക്യൂസ്ഡ് അല്ല, അതിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ല. അതേസമയം ആ കലാപത്തെ കെടുത്താൻ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായിരുന്ന, അധ്യക്ഷനായിരുന്ന പ്രൊഫസർ KA സിദ്ദീഖ് ഹസൻ സാഹിബ് നടത്തിയ പരിശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്താണ് ഹാഷ്മി ബന്ധം? ഇനി മാറാട് കലാപം എന്നല്ല, ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ വർഗീയ പ്രശ്നങ്ങളോടുമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം എന്ന് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന രീതി ജമാഅത്തെ ഇസ്ലാമിക്ക് തുടക്കകാലം മുതലേ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി വിഭജനത്തിന്റെ സംഘർഷകാലത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശമുണ്ട്. നിങ്ങളുടെ കൺമുമ്പിൽ ആരെങ്കിലും വർഗീയമായി ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ, ആ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും സിഖുകാരനാണെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ രക്തസാക്ഷികളായിരിക്കുമെന്നാണ് വളരെ പരിമിതമായ മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന കാലത്തും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശമെന്ന് സംഘടനാ റിപ്പോർട്ട് ഇന്നും വായിക്കാൻ കിട്ടും. കേരളത്തിൽ മലബാറിൽ, ഈ കോഴിക്കോട് ജില്ലയുടെയൊക്കെ ഭാഗത്ത് നാദാപുരത്ത് പല ഘട്ടങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് CPM ഉണ്ട്. CPM അതിൽ ശക്തമായ പ്രതിയാണ്. ആ കലാപങ്ങൾ കെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി നേരിട്ടും അത് ഉണ്ടാക്കിയ FDCA പോലുള്ള പൊതുവ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ശ്രമങ്ങളുണ്ട്. പഴയ K പാനൂരിന്റെയും അതേപോലെ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയൊക്കെ നേതൃത്വത്തിൽ FDCAയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി മുൻകൈയെടുത്ത് രൂപീകരിച്ച സന്നദ്ധ സംഘടനയുടെ, ജമാഅത്തെ ഇസ്ലാമി നേർക്കുനേരെ തന്നെ നടത്തിയ എത്രയോ ശ്രമങ്ങൾ. 2000-ൽ നാദാപുരത്ത് കലാപമുണ്ടായ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും സമുന്നത പണ്ഡിതനുമൊക്കെയായ K മൊയ്ദ് മൗലവി നാദാപുരത്ത് ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. എനിക്ക് ചിരിത എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. ഇസ്ലാമിൽ ഈ മുലകുടി ബന്ധം എന്ന ഒരു കാര്യമുണ്ട്. ചിരിതയുടെ അമ്മയുടെ മുലകുടിച്ചാണ് ഞാൻ വളർന്നത്, അതുകൊണ്ട് എനിക്ക് മതപരമായി തന്നെ എനിക്ക് അവരുമായി മുലകുടി ബന്ധമുണ്ട് എന്ന അദ്ദേഹം എത്രയോ കാലമായി ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ K മൊയ്ദ് മൗലവിക്ക് ഒരു 70-80 വയസ്സുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പുതുതായിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല, ചെറുപ്പകാലം മുതലേ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബന്ധമാണത്, മതപരമായ ഒരു ബന്ധമാണത്. പക്ഷെ ആ സത്യം ഒരു രാഷ്ട്രീയമായ സന്ദർഭത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പ്രയോഗിക്കുകയാണ്. അതിനെ ആ സദസ്സിൽ വെച്ച് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പ്രശംസിക്കുകയും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് കലാപമുണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചു എന്നാണ് ബാലൻ പറഞ്ഞത്. പാലക്കാട് സിറാജുന്നിസ, പുൽപ്പള്ളിത്തെരുവ്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിരന്തരമായി പല വർഗീയ സംഘർഷങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇല്ലാതായിത്തീരുന്നത്? അതിൽ വലിയ പങ്ക് വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ശ്രീ വേളം, ഇപ്പൊ ആശയപരമായി അങ്ങനെയാണെങ്കിൽ സംസാരിക്കാനുണ്ട്, എനിക്ക് നിങ്ങളോട് വിയോജിപ്പുകളുണ്ട് ആശയപരമായി. അതിൽ നമുക്ക് സമയമില്ല. പക്ഷെ പ്രശ്നം എന്റെ ചോദ്യം അതായത്, എന്റെ ചോദ്യം, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്ര ശക്തി കേരളത്തിലില്ല. കേരള മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഇത്രയും സ്വാധീനമില്ല. ഇല്ലാത്ത ശക്തി നിങ്ങൾ കാട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ CPM-ന് നിങ്ങൾ നന്ദി പറയണം, യഥാർത്ഥത്തിൽ നന്ദി പറയണം ശ്രീ വേളം. ഹാഷ്മി, 2 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഗോപൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹാത്രസ് സംഭവത്തെ തുടർന്ന്
ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഹർത്താൽ നടന്നില്ല എന്നത് കല്ലുവെച്ച നുണയാണ് ഹാഷ്മി. അതേപോലെ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് 85-ലാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി വോട്ട് ചെയ്തത് UDF-നാണ് എന്നതും തെറ്റായ പ്രസ്താവനയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വരെ എൻ ബ്ലോക്ക് ആയിട്ട് UDF-ന് വോട്ട് ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൽ എപ്പോഴെങ്കിലും എൻ ബ്ലോക്ക് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കിയും ഒക്കെ ഒരേ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു പോരുക എന്നതാണ് ചെയ്തു പോന്നിട്ടുള്ളത്. എൻ ബ്ലോക്ക് ആയിട്ട് കേരളത്തിലെ ഏതെങ്കിലും മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുകയും ആ വോട്ട് മുന്നണി സ്വീകരിക്കുകയും പാർട്ടി സ്വീകരിക്കുകയും ചെയ്തത് 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പിന്നീട് 2006 വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമാണ്. അതിനിടയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെ തന്നെ മൂല്യം നോക്കിയും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി UDF-നും LDF-നും അവരുടെ 2 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്തു പോരുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി 85 UDF-ന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് കളവാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അണിനിരക്കുന്ന വെൽഫെയർ പാർട്ടി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു സംഘടനാ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ ബ്ലോക്ക് ആയിട്ട് UDF-ന് അഥവാ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ടാണ് ജമാഅത്തെ ഇസ്ലാമി CPIM-ന് തൊട്ടുകൂടാത്തവരും നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലുള്ള പ്രശ്നങ്ങളുള്ള സംഘടനയായിട്ട് മാറുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, മറിച്ച് മാറാടെന്ന് പറയുന്ന മലയാളികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും എന്നിട്ട് കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും. എന്ത് ലോജിക്കാണ് അതിനുള്ളത്? അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ആളുകളുടെ യുക്തിബോധത്തോട് സംവദിക്കുന്ന മണ്ഡലം എന്നാണ് അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക? നിങ്ങൾ ആളുകളെ പരിഹസിക്കുകയാണോ? മലയാളി സമൂഹത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അവരെ അപഹസിക്കുകയും അവരൊന്നിനും കൊള്ളാത്ത മനുഷ്യരാണ്, തങ്ങൾ എന്ത് വിടുവായത്തം പറഞ്ഞാലും അവരിലെ വർഗീയത ഉദ്ദീപിപ്പിക്കപ്പെട്ട് ഉയർന്നു വരും. അതിന്റെ രാഷ്ട്രീയ ലാഭം, തെരഞ്ഞെടുപ്പ് ഡിവിഡന്റ് ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.